ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് എം ജി എഫ്. എം ജി എഫിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എം എക്സ് ഓഫ് 0 അതായത് ടി എന്ന് പറയുന്ന റിയൽ നമ്പറാണെന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ടിയുടെ വാല്യൂ 0 ആണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ടിക്കല്ല 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇ റൈസ് ടു 0 ഇൻറ്റു എക്സ് എന്നല്ലേ വരുന്നത്. ടിക്ക് 0 ഇട്ട് കൊടുക്കുക, ഇൻറ്റു ആണ് ഇവിടെ 0 ഇൻറ്റു എക്സ്. അപ്പം ഇത് ഫുള്ള് 0 ആയിപ്പോവല്ലോ, ഇത് 0 ആയിപ്പോവും. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു 0 ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഞാൻ പറഞ്ഞു ഏത് നമ്പർ റൈസ് ടു 0 വന്നാലും അത് 1 ആയിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പം ഇ റൈസ് ടു 0 ഞാൻ അന്നേരം പറഞ്ഞു ഇ എന്ന് പറയുന്ന ഒരു നമ്പറായി 2 എന്തോ ഒരു നമ്പറായിരുന്നു. അപ്പോൾ ആ നമ്പറെ റൈസ് ടു 0 വന്നപ്പോഴും ഇത് ഫുൾ 1 ആയി. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് 1 എന്ന് പറയും. നമ്മൾ പറഞ്ഞു ഏത് കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുത്താലും അത് തന്നെ വരുന്നത്. പിന്നെ അടുത്തത് ഇപ്പം നമ്മൾ എം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു, അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് ടി എന്നുള്ള റിയൽ നമ്പർ. ഇനി ടി എന്നുള്ള നമ്പറിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എഴുതാൻ പറ്റും എം എക്സ് എ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തു എം എക്സ് എ ടി ഇസ് ഈക്വൽ ടു ഈ എ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഈ റാൻഡം വേരിയബിൾ എക്സിൻ്റെ കൂടെ എഴുതാം എം എ എക്സ് ടി. അപ്പം നമ്മൾ ഇവിടെ വരുമ്പം ഈ എക്സിൻ്റെ കൂടെ എ ഇടുക. അപ്പം എക്സിൻ്റെ കൂടെ എ എഴുതണം. എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു അതായത് ഇതെങ്ങനെ ഈ റിസൾട്ട് വന്നതെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഈ എം എക്സ് ഓഫ് 80 എന്നുള്ളതാണല്ലോ. അപ്പം നമ്മൾ മറ്റേതുപോലെ തന്നെ എം ജി എഫ് എഴുതുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എം എക്സ് ടി എന്ന് പറയുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് എന്ന് വരും ഇങ്ങനെ. അപ്പം ഈ ടിക്ക് പകരം അവിടെ ഒരു എയും കൂടി ഇൻഡ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇവിടെ ഈ ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ടിക്ക് പകരം ഒരു എയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ഇതുപോലെ വരും എ ടി എക്സ് എന്ന് വരും. പിന്നെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ടി എക്സ് എന്ന് പറഞ്ഞാലും ഇത് മൂന്നും കൂടി ഇൻഡ്യൂ ചെയ്തേക്കുമല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ എ ടി എക്സ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എ അപ്പുറത്ത് കൊണ്ടുവരാം. ടി എ എക്സ് എന്നായാലും മാറ്റമില്ല. അതുകൊണ്ട് നമുക്ക് എം എക്സ് എ ടി എന്നുള്ളത് എം എ എക്സ് ടി എന്നും എടുക്കാം. അതായത് നമ്മൾ ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഇക്വേഷനിൽ ഇതുപോലെ മാറ്റേണ്ടി വരുമ്പോൾ മാറ്റാൻ പറ്റുമെന്ന് കാണിച്ചത്. ഇനി അടുത്തത് ഇക്വേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 2 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഭാഗത്ത് ഒരു ഇക്വേഷൻ വരുവാണ്, എ എക്സ് പ്ലസ് ബി എന്നുള്ള ഇക്വേഷൻ വരുവാണെങ്കിൽ അപ്പോൾ എം ജി എഫ് എടുക്കുമ്പം എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഇ റൈസ് ടു ബി ടി. അതായത് ഈ ഇക്വേഷൻ വരുമ്പം ഒരു കോൺസ്റ്റൻറ്റ് റാൻഡം വേരിയബിളിൻ്റെ കൂടെ മറ്റേത് പ്ലസ് ബി, അത് വേറെ നിൽക്കുക, അതിൻ്റെ കൂടെ റാൻഡം വേരിയബിൾ ഇല്ലല്ലോ, എക്സ് ഇല്ല. അപ്പോൾ നമുക്ക് ആ കോൺസ്റ്റൻറ്റിനെ ഇ റൈസ് ടു എന്നിട്ടിട്ട് ആ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടി എന്നെടുക്കാം. മനസ്സിലായോ? ഇ റൈസ് ടു ബി ടി എന്നെടുക്കാം. പിന്നെ ഇൻറ്റു എം എക്സ് എ ടി. ഈ നമ്മളിപ്പോൾ എ എക്സിൻ്റെ പഠിച്ചല്ലോ, എ എക്സ് ഈ സാധനം തന്നെ എം എ എക്സ് ടി എന്നുള്ളത് ഇങ്ങനെ എഴുതാം, എം എക്സ് എ ടി എന്നുള്ളത് എഴുതാമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ എഴുതിയേക്കുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മളത് 2 ആക്കിയിട്ട് ഇതിനും കൊടുത്തു ഇതിനും കൊടുത്തു. ഇത് ബിയുടെ കൂടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇ റൈസ് ടു ബി ടി എന്ന് എഴുതി ഇൻറ്റു ഇതിന് എം ജി എഫ് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എം എ എക്സ് ടി എന്നുള്ളതല്ലേ വരുന്നത്. ഈ ബി പോയി കഴിയുമ്പം ഇതേ സാധനം തന്നെയല്ലേ ഈ കിടക്കുന്നത്. അതപ്പോൾ ഇതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഈ സാധനം ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, എം എക്സ് എ ടി. ഇനി x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് n ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണെന്ന് വിചാരിക്കാം. അപ്പം ഈ റാൻഡം വേരിയബിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ എം ജി എഫ് കണ്ടുപിടിക്കുന്നതും
ഓരോ റാൻഡം വേരിയബിളിൻ്റെ MGF സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. അത് ശ്രദ്ധിക്കണം. ഇവിടെ റാൻഡം വേരിയബിൾ എല്ലാം കൂടെ ആഡ് ചെയ്തു, കൂട്ടിയിട്ട് അതിൻ്റെ MGF കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് പ്ലസ് ഇട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ പ്ലസ് ഇട്ട് കൊടുക്കരുത്. ഇത് ഓരോന്നിൻ്റെ mx1t ഇൻറ്റു mx2t. ഇത് MGF താഴെ വരുന്നത് കൊണ്ട് ഇൻറ്റു ചെയ്താണ് വരുന്നത്. ഇതാണ് MGFൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ആദ്യം ഒരു ക്വസ്റ്റ്യൻ. എക്സ് എന്ന് പറയുന്നതിൻ്റെ MGF കാണുക, റാൻഡം വേരിയബിൾ. എക്സിൻ്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, f(x) = 1/3 x 1 2 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അറിയാം എക്സ്പെക്റ്റേഷൻ mxt, അതായത് MGF എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻tx. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻tx പറഞ്ഞാൽ അത് നമ്മൾ പറയുമ്പോൾ ഡിസ്ക്രീറ്റ് ആകുമ്പം സമ്മേഷൻ എടുക്കുക. സമ്മേഷൻ ഓവർ എക്സ് e⁻tx f(x) എക്സ്പെക്റ്റേഷൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ അതും എടുത്തു. എക്സിന് ഇവിടെ കൊടുത്തേക്കുന്ന വാല്യൂ 1 2 3, അത് അതുപോലെ ഇങ്ങോട്ട് എടുത്തെഴുതി. x = 1 2 3 എന്ന് ഇവിടെ എഴുതിയാലും മതി. അപ്പോൾ ഇങ്ങനെ എടുത്തെഴുതിയിട്ട് പിന്നെ നമ്മൾ ഓരോന്നിനും സമ്മേഷൻ കൊടുത്തിട്ട് e⁻tx f(x)ൻ്റെ വാല്യൂ 1/3 തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ വേറൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഈ 1/3 എന്നുള്ളത് കോൺസ്റ്റൻ്റ്, അത് സമ്മിൻ്റെ വെളിയിലെടുക്കാമല്ലോ. വെളിയിലെടുത്ത് കഴിയുമ്പോൾ സമ്മേഷൻ e⁻tx 1 2 3. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്? പിന്നെ ഈ ഓരോ എക്സിനും ഈ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1/3 ഇൻറ്റു e⁻t ഇൻറ്റു എക്സ്. ആദ്യം 1 കൊടുക്കുക എക്സിന്, t ഇൻറ്റു 1, t തന്നെ e⁻t. ഇനി ഇവിടെ എക്സിന് 2 കൊടുക്കുക e⁻2t. അപ്പോൾ പിന്നെ പ്ലസ് 3 കൊടുക്കുക e⁻3t. ഇത് പിന്നെ എക്സ്പാൻഡ് ചെയ്യൊന്നും വേണ്ട, ഇത്ര എഴുതിയാൽ മതി. ഇനി അടുത്തത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് when a random experiment is repeated a number of times, a particular event may or may not occur in each of trials. The occurrence of that particular event may be named success and the non-occurrence called failure. Therefore, the random experiment has two possible outcomes, success and failure. അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് ഒരു നമ്പർ ഓഫ് ടൈംസ്, എത്രയോ നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് ഇത്ര നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പം ഒരു പർട്ടിക്കുലർ ഇവൻറ്റ്, നമ്മൾ പറഞ്ഞ് ഇവൻ്റ് പറയുമ്പോൾ പറഞ്ഞു കോയിൻ ടോസ് ചെയ്യുമ്പം ഒരെണ്ണം ഇപ്പം ഹെഡ് വന്നാൽ അതൊരു ഇവൻ്റാന്ന് പറയാം. അത് വന്നല്ലോ, ഒരു റിസൾട്ട് വന്നു. ഇനിയിപ്പോൾ ഡൈ ആണ് ടോസ് ചെയ്യുന്നതെങ്കിൽ 1 2 3 അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ വരുമ്പോൾ ആ ഒരു നമ്പർ വരുന്നതിന് നമ്മൾ ഇവൻ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇവൻ്റ് ഒന്നെങ്കിൽ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം. ഓരോ ട്രയലിലും ഓരോ തവണ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴും അത് അതിൽ ആ പർട്ടിക്കുലറായിട്ടുള്ള ഒരു ഇവൻറ്റിൻ്റെ കാര്യം നമ്മൾ പറയുന്നു. അത് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും, എത്ര തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ. അപ്പം ആ ഇവൻറ്റ്, ആ പർട്ടിക്കുലർ ഇവൻറ്റ് ഒക്കർ ചെയ്യുവാണെങ്കിൽ, അങ്ങനെ സംഭവിക്കുവാണെങ്കിൽ അതിനെ നമുക്ക് സക്സസ് എന്ന് പറയാം. ഇനി അത് ഒക്കർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോൺ ഒക്കറൻസിനെ ഫെയിലിയർ എന്ന് പറയാം. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് വരുമ്പോൾ അങ്ങനെ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ്, അപ്പം അതാണ് കണ്ടീഷൻ. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് ഒരു നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുവാണ്. അതിൽ ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പോൾ എപ്പോഴും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില കേസ് വരുമ്പം അതേ വീഴത്തുള്ളൂ എന്ന് പറയാം. അങ്ങനെ വരാൻ പറ്റത്തില്ല. അതായത് 2 എണ്ണം വരുന്നുണ്ട്, ഒന്നെങ്കിൽ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം. സംഭവിക്കുമ്പം ഒക്കർ ചെയ്യുവാണെങ്കിൽ സക്സസ്, ഒക്കർ ചെയ്യില്ലെങ്കിൽ ഫെയിലിയർ. അപ്പോൾ ആ റാൻഡം എക്സ്പെരിമെൻറ്റിന് 2 പോസിബിൾ ഔട്ട്കം ഉണ്ട്, സക്സസ്സും ഫെയിലിയറും. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നതാണ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം 2 ഇവൻ്റ് ഉണ്ട്, ഹെഡും ടെയിലും.
അപ്പം ഒരു ഇവൻറ്റിനെ നമുക്ക് സക്സസ് എന്നും അതിന് അടുത്തതിനെ ഫെയിലിയർ എന്ന് വിളിക്കാം. അത് നമ്മുടെ കണ്ടീഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ചിലപ്പം 1 എന്ന് ഹെഡിനെ സക്സസ് എന്ന് വിളിക്കാം, ഹെഡ് വീണില്ലെങ്കിൽ ഫെയിലിയർ എന്ന് വിളിക്കാം. അപ്പം 2 പോസിബിൾ ഔട്ട്കം മാത്രമുള്ള ഒരു എക്സ്പെരിമെൻറ്റ് അത് സക്സസും ഫെയിലിയറും ആവാൻ സാധ്യത. അങ്ങനെയുള്ളൊരു എക്സ്പെരിമെൻറ്റിനെ പറയുന്ന പേരാണ് അങ്ങനെയുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പം ഈ എക്സ്പെരിമെൻറ്റിൻ്റെ അത് വെച്ചിട്ടുള്ളതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇനി ഡെഫിനിഷൻ പറയുമ്പോൾ ഒരു റാൻഡം വേരിയബിൾ, അതപ്പം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കും, കാരണം 2 പോസിബിൾ ഔട്ട്കം. ഓക്കെ, ഡിസ്ക്രീറ്റ് ആയിരിക്കും, 2 പോസിബിൾ ഔട്ട്കം വരുമ്പോൾ. അപ്പം അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഏത് എക്സ്പെരിമെൻ്റ് എടുത്താലും റാൻഡം വേരിയബിൾ ഉണ്ട്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ റാൻഡം വേരിയബിൾ ഓരോ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ CDF പഠിച്ചില്ലേ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ അതിൽ അങ്ങനത്തെ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആകാനാണ് സാധ്യത, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യാൻ, ആ റാൻഡം വേരിയബിൾ ഏത് ഡിസ്ട്രിബ്യൂഷനാണോ ഫോളോ ചെയ്യാൻ സാധ്യത അതിനെ. അപ്പോൾ ആദ്യത്തെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ആ റാൻഡം വേരിയബിൾ എക്സ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് എപ്പോഴാണ്? അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇനി ഓരോ ഡിസ്ട്രിബ്യൂഷനും പാരാമീറ്റർ ഉണ്ട്. ഇതിനുള്ള പാരാമീറ്റർ എന്നും പിയും ആണ് പാരാമീറ്റർ. അപ്പോൾ എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ എൻ ആൻഡ് പി. എന്നും പി എന്നുള്ള 2 പാരാമീറ്ററുള്ള ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ, ആ എക്സിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ, ഇതെല്ലാവർക്കും നമ്മൾ ആദ്യം തൊട്ട് പഠിച്ചതാണ്. പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സ്മോൾ എഫ് ഓഫ് എക്സ്. ആ സ്മോൾ എഫ് ഓഫ് എക്സ് ഈ ഫോമിൽ വരുമ്പോഴാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. കുറച്ച് പാടായിരിക്കും മനസ്സിലാവാൻ. അതായത് ഒരു റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്താൽ ആദ്യത്തെ നമ്മൾ എടുക്കുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ, ആ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി ഓഫ് എക്സ്. ഈ വെട്ടിയേക്കുന്നില്ല, എൻ സി ഓഫ് എക്സ്. കോമ്പിനേഷൻ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. എൻ മേളിലും സി താഴെയുക. എൻ സി എക്സ് പി റേസ് ടു എക്സ്. എൻ സി എക്സ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറാണ് വരുന്നത്. ഓക്കെ, അത് ചെയ്ത് വരുമ്പം എന്നിനും എക്സിനും വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നമ്പർ കിട്ടും. അത് വെച്ചിട്ട് പിന്നെ പി റേസ് ടു എക്സ്. ഇപ്പം നമ്മൾ പറഞ്ഞു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് 2 പാരാമീറ്റർ ഉണ്ട്, എന്നും പിയും. ആ പി റേസ് ടു എക്സ്, എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ റാൻഡം വേരിയബിൾ എക്സിൻ്റെ വാല്യൂ ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അപ്പം ഇതിനകത്ത് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് 0, 1, 2 തൊട്ട് n വരെ എടുക്കാൻ പറ്റണം. ഓക്കെ, 0 തൊട്ട് 1, 2 n വരെ ഏതെങ്കിലും ഒരു നമ്പർ വരെ എടുക്കാൻ പറ്റണം. പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓർത്താൽ മതി, പി പ്രോബബിലിറ്റിയാണ്. അപ്പോൾ പ്രോബബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയ്ക്കായിരിക്കും എപ്പോഴും. അപ്പോൾ പി ലൈസ് ബിറ്റ്വീൻ 0 and 1, 0 ലെസ് ദാൻ പി ലെസ് ദാൻ 1. പിന്നെ ഈ ക്യൂ എന്ന് പറഞ്ഞാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ 1 മൈനസ് പി. അതായത് ഇങ്ങനെ ഓർക്കുക, 2 സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 2 പോസിബിൾ ഔട്ട്കം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എടുക്കുമ്പം നമ്മൾ 2 സാധനത്തിൻ്റെ പ്രോബബിലിറ്റി എടുത്തു കഴിയുമ്പം നമുക്കറിയാം അത് 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് 2 പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഹെഡും ടെയിലും ഒക്കെ അറിയാനുള്ള സാധ്യത. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എടുക്കുക, അതിൻ്റെ പ്രോബബിലിറ്റി എടുത്തിട്ട് ഹെഡിൻ്റെ പ്രോബബിലിറ്റിയും ടെയിലിൻ്റെ പ്രോബബിലിറ്റിയും കൂടെ ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടലാണ് കിട്ടുന്നത് 1. അതിന് മുകളിൽ പോകത്തില്ല. അപ്പം അതാണ് പറയുന്നത് പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി, അതായത് സക്സസ്സിനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ അത് പ്രോബബിലിറ്റി ആയിട്ട് 0ക്കും 1നും ഇടയ്ക്ക്.
പിന്നെ ക്യൂ എന്ന് പറയുന്നത് ഫെയിലിയറിനുള്ള പ്രോബബിലിറ്റി, ഒന്നെങ്കിൽ സക്സസ്സോ അല്ലെങ്കിൽ ഫെയിലിയറോ വരത്തുള്ളൂ. അപ്പം ക്യൂ എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് പിഴ മൈനസ് ചെയ്യുമ്പോഴാണ്, അങ്ങനെയാണ് കറക്റ്റ്. ഓക്കെ, ഒന്നിൽ 1 - p ആണ് ക്യൂ. അപ്പോൾ അതാണ് ഈ പിയും ക്യൂവും. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. അപ്പം എന്നിട്ട് പിന്നെ ഈ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് എക്സിന് നമ്മൾ റാൻഡം വേരിയബിൾ എക്സിന് ഓരോ ഇതെടുക്കുമല്ലോ, വാല്യൂസ് എടുക്കും. നമ്മൾ എക്സ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ആദ്യമേ പറയാം. അപ്പം ഈ കേസിൽ വരുമ്പോൾ ഓർക്കുക, എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ്സിനെയാണ് കാണിക്കുന്നത്. പിന്നെ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ, ഒരു തവണ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബബിലിറ്റിയാണ് പറയുന്നത്. ഓക്കെ, എത്ര തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴല്ല, ഒരു തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ഒരു ട്രയൽ ചെയ്യുമ്പം ആ സക്സസ് വരാനുള്ള സാധ്യത. അതായത് ഇപ്പോൾ ഹെഡും ടെയിലും ടോസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെഡ് എന്നുള്ളതാണ് സക്സസ് എന്ന് എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ്, റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പം നമ്പർ ഓഫ് സക്സസ്, എത്ര തവണ സക്സസ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം സക്സസ് ഒരു തവണ മാത്രം ചെയ്യുമ്പം ഒന്നെങ്കിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. അപ്പോൾ എന്താ നമ്പർ? ഒന്നെങ്കിൽ ടെയിൽ വീഴുമ്പം നമ്പർ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ 1, ഹെഡ് വീഴുവാണെങ്കിൽ 1, പിന്നെ ടെയിലാണ് വീഴുന്നതെങ്കിൽ 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തോ 0ഉം 1ഉം മാത്രം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, എക്സിൻ്റെ വാല്യൂ 0 തൊട്ട് 1, 2 അങ്ങനെ n വരെ വരാം. പിന്നെ അതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം, ഇതിനകത്തപ്പോൾ ഒന്നെങ്കിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. ഒറ്റ തവണയെ റിപ്പീറ്റ് ചെയ്യത്തുള്ളല്ലോ, ഒരു തവണയെ കോയിൻ ടോസ് ചെയ്യത്തുള്ളൂ. അപ്പം സാമ്പിൾ സ്പേസ് വരുമ്പം ഇങ്ങനെ H, T എന്നേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ, എച്ചിൻ്റെ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ മനസ്സിലായി, അതായത് H, T എന്നുള്ളത് മാത്രമേ സാമ്പിൾ സ്പേസ് വരത്തുള്ളൂ ഞാൻ പറഞ്ഞ കേസിൽ. അപ്പോൾ എച്ചിനെയാണ് നമ്മൾ സക്സസ് എടുത്തേക്കുന്നത്, ടിയെ ഫെയിലിയർ എന്ന് എടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ കേസ് വരുമ്പോൾ പ്രോബബിലിറ്റി എക്സ് നമ്പർ ഓഫ് സക്സസ് ആണ് വരുന്നത്. അപ്പോൾ എച്ച് വരാൻ സാധ്യത എപ്പോഴാണ്? ഇതിവിടെ ഒരു സക്സസ് ആവാൻ സാധ്യത, 0 സക്സസ് ആവാൻ സാധ്യത. അപ്പോൾ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് 0ഉം 1ഉം, റാൻഡം വേരിയബിൾ എക്സിൻ്റേത് 0ഉം 1ഉം. അപ്പോൾ അതിൻ്റെ ഈ സക്സസ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് പിയും കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു സിംഗിൾ ട്രയൽ. അപ്പോൾ ഇതിൽ സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താ? ഒരു തവണ എച്ച്, നമുക്കറിയാം എന്താണ് വേണ്ടുന്ന നമ്പർ അതേ ബൈ ടോട്ടലിലെ പ്രോബബിലിറ്റി. ഇവിടെ ഹെഡ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ സക്സസ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഒറ്റ തവണ വരത്തുള്ളൂ, 2 എണ്ണം ഉണ്ട്, /2. കണ്ടോ? അപ്പം ഇവിടുത്തെ പ്രോബബിലിറ്റി, പിയുടെ പ്രോബബിലിറ്റി 1/2. ഇനി എന്താ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 - p. അപ്പോൾ വരുന്നത് 1 - 1/2 വരുമ്പോൾ 1/2 തന്നെ വരും. അപ്പോൾ കണ്ടോ, ഇത് 1/2, ഇത് 1/2. അപ്പം ബാക്കി എന്തോ ഉള്ളത്? ടെയിലുള്ളത്. ടെയിലിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ എടുക്കുമ്പോൾ ടെയിൽ ഒക്കർ ചെയ്യാൻ ഒറ്റ തവണ ഒക്കർ ചെയ്യത്തുള്ളൂ ടെയിൽ. ഓക്കെ, അപ്പോൾ ടെയിലിൻ്റെ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ 2, അപ്പോഴും 1/2. കണ്ടോ, കറക്റ്റ്. അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രോപ്പർട്ടീസ് എന്താണ്, ഡിഫൈൻ ചെയ്യാനൊക്കെ ചോദിക്കാം. അപ്പം അതെപ്പോഴും അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് 2 ഔട്ട്കം ഉണ്ടാകുമ്പം അതിനെ സക്സസ് എന്നും ഫെയിലിയറും വിളിക്കാം. ഇങ്ങനെ വരുമ്പം അവിടെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാം. ഇനി ഒരു പ്രോബബിലിറ്റി ഓഫ് 4 സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ റിമെയിൻസ് സെയിം ഫ്രം ട്രയൽ ടു ട്രയൽ ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. അതായത് സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി, ഒരു സിംഗിൾ ട്രയലിലെ പ്രോബബിലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഇപ്പം നമ്മൾ മുമ്പത്തെ കേസ് പറഞ്ഞു, ഹെഡ് വരുന്ന കേസ്. അപ്പോൾ ഹെഡ് വരുമ്പോൾ ഒരു സിംഗിൾ ട്രയലിൽ ഒരു തവണ നമ്മൾ ഇട്ട് നോക്കുമ്പം ഹെഡ് വരാനുള്ള സാധ്യത എത്ര? 1/2. അതപ്പം
കോൺസ്റ്റൻ്റ് ആയിട്ട് ആ 1/2 തന്നെ ആയിരിക്കണം ഓരോ തവണ ട്രയൽ ചെയ്യുമ്പോഴും. ആദ്യത്തെ ട്രയൽ അങ്ങനെ. ഇനി അടുത്ത തവണ നമ്മൾ ഒന്നുകൂടെ ചെയ്യാം. അടുത്ത തവണ നമ്മൾ ഒരു തവണ ഇട്ട് നോക്കുമ്പോഴും ഹെഡും ടെയിലും വരാനുള്ള പോസിബിലിറ്റി അതേപോലെ തന്നെ ഹെഡിങ് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് 1/2 തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എത്ര തവണ നമ്മൾ ട്രയൽ റിപ്പീറ്റ് ചെയ്താലും ഒരു സിംഗിൾ ട്രയൽ എടുക്കുമ്പം അതിൽ സക്സസ് വരാനുള്ള പ്രോബിലിറ്റി സെയിം ആയിട്ട് തന്നെ നിൽക്കണം. ഇനിയും ഈ എക്സ്പെരിമെൻ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസേ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ ട്രയൽസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ആദ്യത്തെ തവണ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ അടുത്ത തവണ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. എങ്ങനെ ഇട്ടാലും ട്രയൽ അൺബയസ്ഡ് ആയിരിക്കണം എന്നുള്ളത്. അതായത് ഒന്നും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഒന്നും പാടില്ല, ഡിപ്പെൻഡ് ചെയ്യാനോ പാടില്ല. അതായത് ഫസ്റ്റ് ട്രയൽ എങ്ങനെയാണോ വീണത് അതിനെ വെച്ചിട്ട് അടുത്ത ട്രയൽ ചെയ്യുമ്പോൾ വീഴാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യരുത്. ഇങ്ങനത്തെ ഇതെല്ലാം വരുന്ന കേസിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാം. ഇനി പ്രോപ്പർട്ടീസ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. മുമ്പേ നമ്മൾ റാൻഡം വേരിയബിൾ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. അതിൻ്റെ ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചസ് ആസ് പി ചേഞ്ചസ് ഫോർ എ ഗിവൺ എൻ. അതായത് ഓരോ ഡിസ്ട്രിബ്യൂഷനും ഓരോ ഷേപ്പുണ്ട്. ഇതിപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഓരോ ഡിസ്ട്രിബ്യൂഷനും ഓരോ ഷേപ്പുണ്ട്. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പും അതിൻ്റെ ലൊക്കേഷനും പി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഗിവൺ നമ്പർ ഓഫ് എന്നിൽ പി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത്ര കൊടുക്കുക. പിന്നെ 2 മോഡൽ വാല്യൂസ് ഉണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്. 1 or 2 മോഡൽ വാല്യൂസ്, 1 or 2 മോഡൽ വാല്യൂസ് ഉണ്ട്. ഇതൊക്കെ അധികം പഠിക്കാനില്ല. ഈ പ്രോപ്പർട്ടി ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് ഇങ്ങനെ ഓർത്തിരിക്കുക. പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് n/p. 2 പാരാമീറ്റർ ഉണ്ട്, n ഉം p എന്ന് പറഞ്ഞു. n/p ആയിരിക്കും മീനും. ആ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് എന്ന് പറയുമ്പോൾ npq ആയിരിക്കും. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. അപ്പോൾ npqൻ്റെ സ്ക്വയർ റൂട്ട്. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ n ഇൻക്രീസ് ചെയ്യുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഇൻക്രീസ് ചെയ്യും, പി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. മുമ്പേ നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് സക്സസ് എത്ര തവണ നമ്മൾ ട്രയൽ ചെയ്താലും ഒരു സിംഗിൾ ട്രയലിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സക്സസിൻ്റെ പ്രോബബിലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ കേസിലും പി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണ്. അതേസമയം n കൂടുകയാണ്. n എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എത്ര തവണ എന്ന് പറയുന്നത് എത്ര തവണ നമ്മൾ ട്രയൽ ചെയ്യുന്നു എന്നുള്ളതാണ് n. അപ്പം എത്ര തവണ നമ്മൾ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്താലും പി കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നിട്ട് n ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് n കൂടിക്കൊണ്ടിരിക്കും തോറും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ മീനും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി n ലാർജും p or q is too close to 0, the binomial distribution can be approximated to normal distribution. n ലാർജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്, നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കണം ഒരു ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണല്ലോ n. അപ്പോൾ ചിലപ്പോൾ ഈ n ഒരുപാട് ലാർജാണ്, n ഭയങ്കര ലാർജ് വലിയൊരു നമ്പറാണ്. പിന്നെ p or q, അതായത് പ്രോബബിലിറ്റി ഓഫ് സക്സസും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് 0ക്ക് വളരെ അടുത്ത്, ടു ക്ലോസ് ടു 0, അതായത് 0.000 എന്നൊക്കെ പറഞ്ഞൊരു, എന്നിട്ട് അതിൻ്റെ അങ്ങനെ കുറേ 0 വന്നിട്ടോ അങ്ങനെ വളരെ 0.0001 2 അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ട് നമുക്ക് പറയാൻ പറ്റും 0യോട് വളരെ അടുത്തൊരു വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആക്കാൻ പറ്റും. അത് നമുക്കിനി പഠിക്കാനുണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മളിപ്പോൾ ഇത്ര നേരം പഠിച്ചത് പിയും ക്യൂവിൻ്റെ ഇപ്പം പറഞ്ഞത് 1/2 എന്നല്ലേ വരുന്നത്. അങ്ങനെ വരരുത്. അതായത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും പിയുടെ വാല്യൂസും ക്യൂവിൻ്റെ വാല്യൂസും.
അപ്പം ഇപ്പോൾ അത് വളരെ സീറോയ്ക്ക് ഭയങ്കര അടുത്താണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പിയോ ക്യൂവോ സീറോയ്ക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് മറ്റേത് 1ന് ഏറ്റവും അടുത്താണ് വരുന്നത്. അപ്പോൾ നമുക്കത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണെന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം, അങ്ങോട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് എടുക്കാമെന്നാണ്. പിന്നെ 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അത് ഓർക്കുക, 2 റാൻഡം വേരിയബിൾസ് ഉണ്ട്, അത് തമ്മിൽ ഒരു കണക്ഷനില്ല, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതാണ്. അത് രണ്ടും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തന്നേക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനായിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ഇത് കണ്ടോ, ഇങ്ങനെയാണ് എഴുതുന്നത്. 2 റാൻഡം വേരിയബിളുണ്ട്, x1ഉം x2 എന്നും പറഞ്ഞാൽ 2 റാൻഡം വേരിയബിളുണ്ടെന്ന് വിചാരിക്കാം. അപ്പം x1 ഇങ്ങനെ ഇട്ട ഈ സിമ്പിൾ വായിക്കുന്ന ഫോളോസ്, x1 ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത്, ഇതിങ്ങനെ എഴുതുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് കോമയാണ്. പുറത്തേത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബി ഓഫ് എൻ പി. നമ്മൾ പറഞ്ഞു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ 2 പാരാമീറ്റർ ഉണ്ട്, എന്നും പിയും. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്ന ഇങ്ങനെ ബി ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് എൻ കോമ പി. അപ്പം x1 എന്ന് പറയുന്നൊരു റാൻഡം വേരിയബിള് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ n1. അപ്പോൾ ഇത് ഇവിടെ 2 ഡിസ്ട്രിബ്യൂഷൻ കാര്യം ഉള്ളതുകൊണ്ടാണ് n1 എന്നും n2 എന്നും എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ x1 എന്നുള്ളത് n1p ഫോളോ ചെയ്യുന്നു. അടുത്തത് x2 എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ n2 ആൻഡ് p. ഇത് 2 ഫോളോ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ സമ്മും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ വരും? x1ൻ്റെ x2ൻ്റെ സം എടുത്താലും അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പക്ഷേ നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ n എന്ന് പറയുന്ന വാല്യൂ ഇതിൻ്റെ രണ്ടിൻ്റെ n1 പ്ലസ് n2 ചെയ്യുന്നത്, n1ഉം n2ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് ഈ എഴുതുന്നത്. ആ പാരാമീറ്റർ എന്നിൻ്റെ സ്ഥാനത്ത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. പിന്നെ പിക്ക് മാറ്റില്ല, പി തന്നെ, പി മിക്കവാറും 1/2 ആയിരിക്കും, അതുകൊണ്ടാണ്.